അറബിക്കടലിൽ കടൽക്കൊള്ളക്കാരെ നേരിട്ട് തുടർച്ചയായി കരുത്തുകാട്ടുകയാണ് ഇന്ത്യൻ നാവികസേന. ഇന്ത്യൻ നേവിയുള്ളിടത്ത് രക്ഷയില്ലെന്ന് കടൽക്കൊള്ളക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴിതാ കടലിൽ പുതിയൊരു വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന. കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാനിയൻ മത്സ്യബന്ധന കപ്പലിനെ 12 മണിക്കൂർ നീണ്ട തന്ത്രപരമായ നീക്കങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കുമൊടുവിൽ മോചിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ കടൽ കാവൽക്കാർ. മാത്രമല്ല, ശത്രുതയേക്കാൾ വലുത് ജീവനാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ നാവികസേന രക്ഷിച്ചതാകട്ടെ 23 പാകിസ്ഥാൻ കപ്പൽ ജീവനക്കാരെയും. 9 സായുധരായ കടൽക്കൊള്ളക്കാരടങ്ങുന്ന സംഘം ഇറാനിയൻ കപ്പലിൽ കയറിയതായുള്ള റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു നേവിയുടെ ഇടപെടൽ. ഇറാനിയൻ കപ്പലിൽ നിന്നാണ് ഈ സൂചന ലഭിച്ചതെന്നാണ് വിവരം. തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ടോടെ തന്നെ ഇന്ത്യൻ നാവികസേന ഓപ്പറേഷൻ ആരംഭിച്ചു. സമുദ്ര സുരക്ഷയ്ക്കായി അറബിക്കടലിൽ വിന്യസിച്ചിരിക്കുന്ന INS സുമേധ, INS തൃശൂൽ എന്നീ പടക്കപ്പലുകളാണ് ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നത്. 12 മണിക്കൂറോളം നീണ്ട നീക്കങ്ങളൊടുവിൽ ഫലം കാണുകയായിരുന്നു. അൽക്കംപാർ എന്ന ഇറാനിയൻ കപ്പലായിരുന്നു കടൽക്കൊള്ളക്കാർ ഹൈജാക്ക് ചെയ്തിരുന്നത്. തന്ത്രപരമായ ദൗത്യത്തിനൊടുവിൽ കടൽക്കൊള്ളക്കാർക്ക് ഇന്ത്യൻ നാവികസേനയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. ജനുവരിയിലും സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പൽ മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേന കയ്യടി നേടിയിരുന്നു. ഇന്ത്യയുടെ പടക്കപ്പലായ INS സുമിത്രയാണ് അന്ന് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയത്. ഇറാനിയൻ മത്സ്യബന്ധന കപ്പലാണ് അന്നും മോചിപ്പിച്ചത്. കപ്പലിൽ 17 ജീവനക്കാരുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് 700 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ആ ഓപ്പറേഷൻ. സൊമാലിയയുടെ കിഴക്കൻ തീരം, ഏദൻ കടലിടുക്ക് എന്നിവിടങ്ങളിലെ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനെ അന്ന് ഇന്ത്യ രക്ഷിച്ചത്. സൊമാലിയൻ കടൽക്കൊള്ളക്കാരെത്തി കപ്പൽ ജീവനക്കാരെ ബന്ദികളാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപായ സന്ദേശം കിട്ടിയുടൻ INS സുമിത്ര സ്ഥലത്തെത്തുകയും ഇടപെടുകയും ചെയ്തു. ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ എത്തിയതോടെ പരിഭ്രാന്തരായ കടൽക്കൊള്ളക്കാർ ആദ്യം ബന്ദികളെ മോചിപ്പിച്ചു. വൈകാതെ കൊള്ളക്കാർ കപ്പലും വിട്ടു നൽകിയതായി നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കിയിരുന്നു. ഏദൻ കടലിടുക്കിൽ വെച്ചാണ് ബ്രിട്ടീഷ് ചരക്ക് കപ്പലായ മാർലിൻ ലുവാൻഡയ്ക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായത്. കപ്പലിൽ 22 ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരനുമുണ്ടായിരുന്നു. സഹായം അഭ്യർത്ഥിച്ചുള്ള സന്ദേശത്തെ തുടർന്ന് ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലായ INS വിശാഖപട്ടണം സഹായവുമായി എത്തുകയായിരുന്നു. ആദ്യം നിയന്ത്രണ വിധേയമായ തീ പിന്നീട് പൂർണ്ണമായും കെടുത്താൻ അഗ്നിരക്ഷാ സേനയ്ക്ക് സാധിച്ചു. അങ്ങനെ രക്ഷാപ്രവർത്തനം വിജയമായി. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകളെ ഹൂതി വിമതർ ആക്രമിക്കുന്നത് പതിവാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാവികസേന കടൽ നിരീക്ഷണം ശക്തമാക്കിയത്. കടൽ കൊള്ളക്കാരെ തുരത്താനും സമുദ്ര സുരക്ഷയ്ക്കുമായി ഇന്ത്യൻ നാവികസേന സദാ ജാഗരൂകരായി നിലയുറപ്പിച്ചിട്ടുണ്ട്. സമുദ്രാതിർത്തി സുരക്ഷിതമാക്കുക, കടൽ കൊള്ളക്കാരുടെ ഭീഷണിയും ഡ്രോൺ ആക്രമണങ്ങളും തടയുക എന്നിവയ്ക്കായി മേഖലയിൽ മുൻനിര യുദ്ധക്കപ്പലുകൾ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് ഹൂതി വിമതരുടെ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനെ വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചതും ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലായിരുന്നു. അതിസാഹസികമായാണ് ഇന്ത്യൻ നാവികസേന കപ്പലിനെ സഹായിച്ചത്. സമുദ്ര സുരക്ഷയും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കാൻ അവർ ഏത് രാജ്യക്കാരാണെങ്കിലും ശരി, തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇന്ത്യൻ നാവികസേന പറഞ്ഞു. ഇതിനായി കടൽക്കൊള്ളക്കാർക്കെതിരെ ഓപ്പറേഷൻ സങ്കൽപ് എന്ന പേരിൽ പ്രവർത്തനവുമായി നാവികസേന മുന്നോട്ടു പോകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.